ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ മിസ്റ്റീരിയസ് പിക്ചർ ആണ്, അഥവാ നിഗൂഢമായ ചിത്രം. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡി കോസ്റ്റർ ആണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ 1827 to 1879 ആണ്. ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ വാസ് ബോൺ ഇൻ മുനിച്ച്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് മുനിച്ചിലാണ്. ബെൽജിയൻ ലിറ്ററേച്ചറിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. His masterpiece is The Legend of Tell Eulenspiegel and Lamme Gottschalk. ഈ ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർപീസ് വർക്ക് എന്ന് പറയുന്നത്. A 16th century romance which was barely read in Belgium because it didn't meet up to the conventional standards of Belgian nationalism. പക്ഷേ ബെൽജിയത്തിൽ വേണ്ടത്ര ഒരു സ്വീകാര്യത നമ്മുടെ ഈ ഒരു കൃതിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ബെൽജിയൻ നാഷണലിസം ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഗെയിൻ പോപ്പുലാരിറ്റി ഓൾ ഓവർ ദ വേൾഡ്. പക്ഷേ ലോകമെമ്പാടും വളരെ ജനപ്രീതി നേടിയിട്ടുള്ള ഒരു കൃതിയായിരുന്നു ഇത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ക്ലാസിക്സ് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ. അപ്പോൾ ബെൽജിയൻ ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ ക്ലാസിക് വർക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് കടക്കാം. ഇതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ടൈലാണ്. ടൈൽ എന്ന് പറയുന്നത് ഒരു പെയിൻറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടൈൽ in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. അപ്പോൾ നമ്മുടെ ടൈൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു കഴുതൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങടേക്കാണ് അയാൾ പോകുന്നത്? പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അപ്പോൾ ബാറ്റൻബർഗിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹം കഴുതപ്പുറത്ത് കയറിയിട്ട് പോകുന്നത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്രസ്സും ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ഡ്രസ്സും പെരുമാറ്റമൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് 3 bright feathers on it danced in the breeze as he rode. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ തൊപ്പി തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയുടെ മുകളിൽ നല്ല തിളക്കമുള്ള 3 തൂവലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സവാരി ചെയ്യുന്ന സമയത്ത് ആ കാറ്റിലൂടെ ആ ഫെദേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. At the main entrance to the palace, the captain of the guards called out to him. അപ്പോൾ എന്താണ്, നമ്മൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമല്ലോ. അപ്പോൾ പ്രവേശിക്കുന്ന ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയ സമയത്ത് അപ്പോൾ ഗാർഡ്സിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു? വിളിച്ചു. Hey there, you fellow on the donkey. We don't allow any laughters here. You and your donkey already look like skeletons. അപ്പോൾ അയാൾ എന്തായി പറയണേ? അയാളെ വിളിച്ചിട്ട് പറയാണ്, ഏയ് കഴുതപ്പുറത്തുള്ള മനുഷ്യ, നിങ്ങൾ എന്ത് ചെയ്യൂ? വി ഡോണ്ട് എലോ എനി ലോഫേഴ്സ് ഹിയർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പോകണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലറ്റൻസ്. കാരണം എന്താ, നീയും നിങ്ങളുടെ ഈ ഡോങ്കിയും ഏകദേശം എങ്ങനെയുണ്ട്? അസ്ഥിക്കൂടം പോലെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് was a tall, well-built, red-haired man of about 25. എന്താണ് ആ ഗാർഡ്സിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? was a tall, well-built, red-haired man of about 25. വളരെ നീളവും അതുപോലെ നല്ല ഒത്ത ശരീരമൊക്കെയുള്ള ചുവന്ന തലമുടിയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഏകദേശം ഒരു 25 പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ്. He was handsomely dressed in his gold-braided uniform. എന്താണ്, അദ്ദേഹം വളരെ ഹാൻസം ആയിട്ടാണുള്ളത്. അതുപോലെ ഡ്രസ്സും ആ ഒരു ലെവലിലാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോമാണ്. യൂണിഫോമിൻ്റെ മുകളിൽ സ്വർണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നൂല് പതിപ്പിച്ചിട്ടുള്ള യൂണിഫോമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂൾലി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. അപ്പോൾ ടൈൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വളരെ കൂളായിട്ട് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. He bowed low and said. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തല കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. അപ്പോൾ എന്താണ് സർ ക്യാപ്റ്റൻ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൺ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. അപ്പം നമ്മുടെ ടൈൽ എന്താ പറയണേ? ഞാനിനിപ്പോൾ ഒരു സ്കെൽട്ടനെ പോലെയാണ് ഉള്ളതെങ്കിൽ അതെൻ്റെ തെറ്റല്ല. ഐ എം വെരി ഹംഗ്രി. അതെന്തുകൊണ്ടാണ്? എനിക്ക് വളരെ വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. അപ്പോൾ എന്താണ്, ഞാനിവിടെ എൻ്റെ ഇഷ്ടപ്രകാരം വന്നതല്ല, പക്ഷേ ഞാൻ ഇവിടെ വരാൻ നിർബന്ധിതനായതാണ്. കാരണം എൻ്റെ ഈ അവസ്ഥ കാരണമാണ് ഞാനിങ്ങനെ ഇവിടെ വരാനായിട്ട് നിർബന്ധിതനായത്. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദ ബച്ചേഴ്സ് ഷോപ്പ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താണ്,
നിങ്ങൾ അങ്ങനെ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കോട്ടിന്റെ മുകളിലുള്ള സ്വർണത്തിലെ ഒരു കഷ്ണം സ്വർണം എനിക്ക് തരൂ, ഒരു പീസ് ഓഫ് ഗോൾഡ് എനിക്ക് തരൂ. ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ പൊയ്ക്കോളാം. പോയിട്ട് എന്ത് വാങ്ങിച്ചോളാം? അവിടെ ഒരു കശാപ്പുകാരന്റെ കടയിൽ എന്ത് തൂക്കിയിട്ടിട്ടുണ്ട്? മട്ടൺ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തോളാം? അത് വാങ്ങിച്ചോളാം. Okay. The captain was playing a game of chess with another officer. He looked curiously at Tile. അപ്പോൾ എന്താണ്, ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ്? വേറൊരു ഓഫീസറുടെ കൂടെ ഇരുന്നിട്ട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ അത്ഭുതത്തോടു കൂടി ഇയാൾ എന്തായി പറയണേ എന്നുള്ള അർത്ഥത്തിൽ വളരെ അത്ഭുതത്തോടു കൂടി ഇയാളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, Where do you come from? He asked. അല്ലേ, അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ നമ്മുടെ ടൈല് പറഞ്ഞു, ഫ്രം ഫ്ലാൻഡേഴ്സ്. എവിടുന്നാ വരുന്നത്? ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ എം എ പെയിൻറ്റർ. അപ്പം നമ്മുടെ ടൈല് പറഞ്ഞു, എന്താണ്, ഞാനൊരു പെയിൻറ്ററാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്, ഞാൻ അതിലൊരു പെയിൻറ്റിങ് ഇവിടുത്തെ ആരെയാണ്, നമ്മുടെ ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് നമ്മുടെ ടൈല് വളരെ വിനയത്തോടെ പറഞ്ഞു. Well, if you're a painter and if you come from Flanders, you may come in, said the captain, somewhat impressed. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ കുറച്ച് ഇംപ്രസ്ഡ് ആയി ടൈലിൻ്റെ നേരെ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു, എന്താണ്, ഓക്കെ, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് കയറി വരാം, നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം എന്ന് നമ്മുടെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ടൈലിനോട് പറഞ്ഞു. The captain knew that Flemish painters and their pictures were in great demand all over Europe. അപ്പോൾ ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ ഫ്ലാൻഡേഴ്സിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഫ്ലെമിഷ്. ഓക്കെ. അപ്പം നമ്മുടെ ക്യാപ്റ്റന് എന്തറിയാം? ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാൻഡേഴ്സിലുള്ള പെയിൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പെയിൻറ്റേഴ്സ് ആയിരിക്കും, അതുപോലെ ഭയങ്കര ഡിമാൻഡ് ഉള്ളതായിരിക്കും അവരുടെ ഓരോ പിക്ചേഴ്സും. അത് നന്നായിട്ട് അറിയുന്ന ക്യാപ്റ്റൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അകത്തേക്ക് കയറിക്കോളാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഓർഡർ കൊടുത്തു. ടൈൽ വാസ് പ്രസന്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. അങ്ങനെ നമ്മുടെ ടൈൽ എവിടെ പോയി? ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിൽ പോയി. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times and stood before him with his head bowed. അപ്പം നമ്മുടെ ടൈൽ എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്കിനെ 3 വട്ടം സല്യൂട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ തല കുനിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, May your highness pardon me for my rashness in thinking that one of my paintings will please your highness. എന്താണ്? അങ്ങേൻ്റെ അടുത്ത് ക്ഷമിക്കണം, കാരണം എനിക്കങ്ങനെ ഒരു ചിന്ത വന്നുപോയി, എൻ്റെ പെയിൻറ്റിങ്സ് അങ്ങേക്ക് ഇഷ്ടമാകും എന്നൊരു ചിന്ത എനിക്ക് വന്നു. അത് തെറ്റാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. ഐ ഹാവ് ബോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. അപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞങ്ങളുടെ നാട്ടിലുള്ള, ഞങ്ങളുടെ എന്താ പറയുക, രാജകുമാരിയുടെ ചിത്രമാണ്. വെർജിൻ ആയിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ലേഡിയുടെ ചിത്രമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. I have painted it specially so that I might lay it at your noble feet. അപ്പം ഞാൻ അത് വളരെ സ്പെഷ്യലായിട്ട് വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. കൂടാതെ എനിക്ക് അത് അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ടൈൽ പോസ്ഡ് എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക്. അപ്പം എന്താ, കുറച്ച് നേരത്തേക്ക് ടൈൽ സൈലൻ്റ് ആയി. എന്നിട്ട് വീണ്ടും തുടർന്നു. ദെൻ ഹി കണ്ടിന്യൂഡ്. എന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങി. എന്താണ്? യു മസ്റ്റ് ഫോർഗിവ് മീ. എന്നോട് താങ്കൾ ക്ഷമിക്കണം. Your Highness, if I have dared to hope that this picture will please you. എന്താണ്, ഈ ചിത്രം അങ്ങയെ തൃപ്തിപ്പെടുത്തും എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നതിന് താങ്കൾ എനിക്ക് മാപ്പ് തരണം എന്ന് വളരെ വിനയത്തോട് പറയുകയാണ് നമ്മുടെ ടൈല്. Perhaps your Highness might wish to offer me the chair of your court painter who died recently. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈലിൻ്റെ ആവശ്യം, വേറെ ഒന്നുമല്ല. അവിടെയുള്ള നമ്മുടെ കോർട്ടിലുള്ള പെയിൻറ്റർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്, പെയിൻറ്റർ എന്ന ആ തസ്തിക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടൈൽ അവിടെ വന്നേക്കുന്നത്. എന്താണ്, എനിക്ക് രാജകൊട്ടാരത്തിലെ പെയിൻറ്ററായിട്ട് എനിക്ക് അങ്ങ് ആ തസ്തിക തരണം. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അപ്പം ഞാനവിടെ കാണുന്നുണ്ട്, ഒരു ഒഴിഞ്ഞ വെൽവെറ്റ് ചെയർ ഞാനവിടെ കാണുന്നുണ്ട്. അപ്പം അതെന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. The Virgin's picture was a splendid painting and the Archduke made up his mind at once. അപ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ആ പെയിൻറ്റിങ് കണ്ടു, അത് ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമായി. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ടൈലിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് 2 കവിളിലും കിസ് ചെയ്തു. ഹി സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ ഷാൾ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. എന്താണ്, അങ്ങേ
ഞങ്ങളുടെ കോട്ട് പെയിൻറ്ററായിട്ട് നിയമിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹി ഡയറക്റ്റഡ് ഹിം ടു ദി ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു? കസേരയിലേക്ക് നമ്മുടെ ടൈലിനെ നയിച്ചു, എന്നിട്ട് അവിടെ ഇരുത്തി. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. അപ്പോൾ പറയാണ്, പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ തലയിൽ എന്തുണ്ട്? നിങ്ങളുടെ മുഖത്തൊരു നാവുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. യു ആർ എ വെരി ടോക്റ്റീവ് ഫെലോ, ആറിൻറ്റ് യു? അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ, അല്ലേ എന്നിങ്ങനെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ചോദിക്കുകയാണ്. യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ്. അപ്പോൾ പറയാണ്, ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് പറയാണ്, താങ്കൾ എന്നെയും എൻ്റെ കഴുതയെയും എന്താ പറയുക ഓർമ്മിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഡോങ്കിനെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ടൈൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ജെഫ് എന്നാണ് നമ്മുടെ ഡോങ്കിയുടെ പേര്. ഫോർ ജസ്റ്റ് 1 more minute, ടൈൽ റിപ്ലൈഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈൽ വീണ്ടും തുടർന്നു. മൈ ഡോങ്കി ഹാസ് ബീൻ feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. എന്താണ്? എൻ്റെ കഴുതയ്ക്ക് അവന് വേണ്ട ഭക്ഷണം അവൻ തന്നെ കണ്ടെത്തുന്നുണ്ട്. റോഡ് സൈഡിൽ കൂടെയുള്ള ഗ്രാസിലായാലും അതുപോലെ വേലിക്കരികിലുള്ള പുല്ലൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. അപ്പോഴാണ് നമ്മുടെ ടൈൽ പറയുന്നത്, എന്താ, കഴിഞ്ഞ 3 ദിവസമായി എനിക്ക് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം ലഭിച്ചിട്ട്, ഞാൻ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എന്താണ്? എൻ്റെ വയറ് എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ഒരുപക്ഷെ താങ്കൾക്കും അത് കേൾക്കുന്നുണ്ടാകും എന്നിങ്ങനെ നമ്മുടെ ടൈൽ പറയുകയാണ്. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അറ്റ് യുവർ റോയൽ ടേബിൾ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വപ്നം കാണുന്നുണ്ട്. അങ്ങയുടെ റോയൽ ടേബിളിൽ ഇരുന്നുകൊണ്ട് രാജകീയമായിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയാണ് സ്വപ്നത്തിലൂടെയാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്, എൻ്റെ വയറിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ടൈൽ പറഞ്ഞു. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. അപ്പോൾ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ certainly have something more solid than dreams to feed on. എന്താണ്? നീ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ നല്ലൊരു ഫീസ്റ്റ് തന്നെ ഞാൻ നിനക്ക് തരുന്നതാണ്. ബട്ട് വേഴ്സ് യുവർ ഡോങ്കി. അപ്പോൾ ചോദിക്കുകയാണ്, പക്ഷെ നിന്റെ കഴുത എവിടെ? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. നമ്മുടെ ടൈൽ പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. അപ്പോൾ എന്താ പറയുകയാണ്? ജെഫിനെ കൂടെ നോക്കുകയാണെങ്കിൽ എനിക്ക് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ് സെറ്റ് ടൈൽ. അപ്പോൾ ടൈൽ എന്ത് പറഞ്ഞു? അവന് കുറച്ച് ഫുഡും അതുപോലെ തങ്ങാനുള്ള ഒരു സ്ഥലമൊക്കെ കിട്ടിയാൽ അതിലും വലിയൊരു സന്തോഷം എനിക്കില്ല എന്ന് ടൈൽ പറയുകയാണ്. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. നമ്മുടെ ആർച്ച്ഡ്യൂക്ക് എന്ത് പറഞ്ഞു? പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. എന്താണ്? ഡോങ്കിയെ നന്നായിട്ട് കെയർ ചെയ്യണം, നന്നായിട്ട് നോക്കണം. എനിക്ക് ഒരുപാട് മൃഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ മൃഗങ്ങളിൽ ഒരാളായിട്ട് തന്നെ ജെഫിനെ നിങ്ങൾ കാണണം, കെയർ ചെയ്യണം എന്ന് ഓർഡർ കൊടുക്കുകയാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക്. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അപ്പോൾ എന്താ പറയണേ? അപ്പോഴത്തേക്ക് നമ്മുടെ ടൈലിന് അവിടെ ഫുഡൊക്കെ കൊടുത്തു, സപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുക, അത് ശരിക്കും എങ്ങനെയുണ്ട്? വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയാണ്. കല്യാണത്തിന് വിളമ്പുന്ന വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദ ടേബിൾ വേർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പം ആ മേശയിൽ എന്തൊക്കെയാ? എല്ലാ തരത്തിലുള്ള ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. ഓക്കെ, വൈൻ ഫ്ലോട്ട് ലൈക്ക് വാട്ടർ. വൈൻ എങ്ങനെയാണ്? വെള്ളം പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദ courtiers stuffed themselves with the choicest dishes. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. The Archduke made Tile eat and drink until his stomach was about to burst. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടൈലിനെ ഇങ്ങനെ തീറ്റിക്കുകയാണ്. വയറ് പൊട്ടുന്നത് വരെ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Archduke too ate heartily. അപ്പം ആർച്ച്ഡ്യൂക്കും വളരെ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ്. His face was flushed with drink. But he seemed lost in thought. അപ്പോൾ അദ്ദേഹത്തിന് എന്താ? ഒരുപാട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സന്തോഷവാനാണ്. പക്ഷെ എവിടെയോ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എങ്ങടേക്കോ പോയി. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. പെട്ടെന്ന് അദ്ദേഹം ബോധത്തിലോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. എന്താണ്? എൻ്റെ ചിത്രം നമ്മുടെ കോട്ട് പെയിൻറ്റർ ഇവിടെ വരയ്ക്കണം. So that we will have the satisfaction of leaving our memory to our descendants.
അപ്പോൾ എന്താണ് പിന്നീട് വരുന്ന തലമുറകൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചിത്രങ്ങൾ കാണാം, അതൊരു മെമ്മറി ആയിട്ട് അവർക്ക് ഉണ്ടാവും. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. അപ്പം നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകളുടെ ഒക്കെ ഫോട്ടോസ് അവിടെ ഉണ്ട്. അപ്പോൾ പറയുകയാണ് എന്താ, ചരിത്രത്തിൽ ഞങ്ങളുടെ ഈ ചിത്രവും കൂടെ എന്ത് ചെയ്യണം, ചരിത്രത്തിലോട്ട് വരണം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. ശരിക്കും എന്താ, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ us. അപ്പം എന്താ പറയുന്നത്, എപ്പോഴാണ് ദൈവം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. പക്ഷെ എന്താണ്, ഞങ്ങളുടെ ചിത്രം ഇവിടെ വരയ്ക്കപ്പെടണം. ടൈൽ ക്വിക്ക്ലി റിപ്ലൈഡ്. അപ്പോൾ ടൈൽ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തു. എന്താണ്, യുവർ ലോർഡ്ഷിപ്സ് സ്ലൈറ്റസ്റ്റ് വിഷ് ഇസ് ടു മീ കമാൻഡ്. അപ്പോൾ താങ്കളുടെ ചെറിയൊരു ആഗ്രഹം പോലും എന്നെ സംബന്ധിച്ചൊരു വലിയ കമാൻഡാണ്. All the same, I do feel rather unhappy about painting your lordship all by yourself. It's not terrible to think of your lordship being lonely for ever and ever. പക്ഷെ ടൈൽ അവിടെ ചിന്തിച്ചത് എന്താണ്, താങ്കളുടെ ഒറ്റയ്ക്കുള്ള ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് അതൊരു ടെറിബിൾ ആയിരിക്കില്ലേ, താങ്കൾ ഏകനായിട്ട് ഇവിടെ ഇങ്ങനെ ആ ഫോട്ടോയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലേ എന്ന് നമ്മുടെ ടൈൽ പറയാണ്. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, Her Ladies, the noble generals and captains who adorn this court? അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ കോർട്ടിനെ മനോഹരാക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അല്ലേ, ഇവിടെയുള്ള ആരൊക്കെയാണ്, ലേഡീസ്, അതുപോലെ നോബൽ ജനറൽസ്, ക്യാപ്റ്റൻസ്, എല്ലാവരും. അപ്പം a court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. അപ്പോൾ പറയാണ് എന്താ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കൊട്ടാരത്തിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ധൈര്യം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊട്ടാരത്തിൽ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ ഞാൻ എന്ത് ചെയ്യും, പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഛായാചിത്രം ഞാൻ എന്ത് ചെയ്യും, വരയ്ക്കും. ഇറ്റ്സ് ലൈക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്, ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻഡൻസ്. ലാൻഡൻസ് എന്ന് പറഞ്ഞാൽ റാന്തൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശത്താൽ ചുറ്റപ്പെട്ട ചന്ദ്രൻ, ആ ചന്ദ്രനെ പോലെ വളരെ തേജസ്സുള്ളൊരു പോർട്രേറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, വരയ്ക്കുന്നാണ് നമ്മുടെ ടൈൽ പറയുന്നത്. ദ ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ശരിയാ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ആരും ചിന്തിച്ചു, നമ്മുടെ ആർച്ച് ഡ്യൂക്കും ചിന്തിച്ചു. വെൽ മൈ ഫ്രണ്ട്, your paintings will be a great piece of art. What reward do you expect for it? അപ്പം ആർച്ച് ഡ്യൂക്ക് വിളിക്കുകയാണ്, വെൽ മൈ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് എന്നാ വിളിക്കുന്നത് അല്ലേ, മൈ ഫ്രണ്ട്. അപ്പോൾ എന്താ പറഞ്ഞേക്കണേ, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. നിങ്ങളുടെ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹത്തായിട്ടുള്ള ഒരു വർക്കായിട്ട് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്. അപ്പം നിങ്ങൾ ഇതിന് ആഗ്രഹിക്കുന്ന പ്രതിഫലം എന്താണ്. അപ്പോൾ നമ്മുടെ ടൈൽ പറഞ്ഞു, 100 pieces of gold. You can pay me now or later just as you please. അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്ത് മതി, 100 കഷ്ണം സ്വർണ്ണങ്ങൾ മതി. അത് താങ്കൾക്ക് ഇപ്പോഴെങ്കിൽ ഇപ്പോൾ തരാം, അല്ലെങ്കിൽ പിന്നീടായാലും മതി. Here are the 100 pieces of gold in advance, said the archduke, giving him the gold. അപ്പം നമ്മുടെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി അപ്പം തന്നെ കൊടുത്തു ആ സ്വർണം. My lord, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor. അപ്പോൾ നമ്മുടെ ടൈലിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെ, ആർച്ച്ഡ്യൂക്കിനെ അല്ലേ, നിങ്ങൾ ഭയങ്കര വലിയ നന്മയുള്ളൊരു മാസ്റ്ററാണ്. അപ്പം ഞാൻ എന്ന വിളക്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് എന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വിളക്ക് എന്നും ഇനി അങ്ങക്ക് വേണ്ടി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ ടൈല് വാചാലനാവാണ്. The next day, Tile asked the archduke to allow him to see all the courtiers who were to be painted along with him. അപ്പം എല്ലാവരെയും വരയ്ക്കുമ്പം എല്ലാവരെയും കാണണമല്ലോ. അപ്പം പിറ്റേ ദിവസം നമ്മുടെ ടൈൽ പറഞ്ഞു, എന്താണ്, ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എല്ലാവരുടെയും, ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എല്ലാവരെയും എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് കാണണം. They came and saw him one by one. എല്ലാവരും എന്ത് ചെയ്തു, വന്നു, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കാണാനായിട്ട് തുടങ്ങി. The first to come was the commander in chief of the army. എന്താണ്, ആർമിയിലെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആദ്യം തന്നെ വന്നത്. He was a short, fat, bald man with an enormous paunch. അപ്പം അദ്ദേഹം വളരെ ഷോർട്ട് ആയിട്ടുള്ള, വളരെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ് നല്ല തടിയൊക്കെ ഉള്ള, കഷണ്ടിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, വലിയ വയറൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. He whispered in Tile's ear. അപ്പോൾ അദ്ദേഹം എന്തോ ടൈലിൻ്റെ ചെവിയിൽ പറയുകയാണ്.
വെൻ യു പെയിൻറ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. എന്താണ്, നീ എൻ്റെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ അതിൽ കാണാൻ നല്ല ഹാൻസം ആയിരിക്കണം. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ് ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. അപ്പം എന്താ പറയുന്നത്, എൻ്റെ ഈ വയറ് നീ ആ ചിത്രത്തിൽ വരയ്ക്കുന്ന സമയത്ത് ഫ്ലാറ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും വയറില്ലാതെ സുന്ദരനായിരിക്കണം എന്നാ പറയണേ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും, തൂക്കിക്കൊല്ലും എന്നാണ് നമ്മുടെ കമാൻഡർ പറയുന്നത്. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. ഒന്ന് ഓർത്തോളൂ, എന്താ, ഞാൻ പണ്ട് വളരെ ഹാൻസം ആയിട്ടുള്ളൊരു സോൾജർ ആയിരുന്നു. ആൻഡ് എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അപ്പോൾ പിന്നെ വരുന്നത് ആരാ, കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. ഷീ ഹാഡ് എ ലാർജ് ഹം ഓൺ ഹെർ ബാക്ക്. അപ്പം ആ ഒരു സ്ത്രീക്ക് എന്തുണ്ടായിരുന്നു, കൂനുണ്ടായിരുന്നു. സോ പെയിൻറ്റർ ഷീ സെഡ് സോഫ്റ്റ്ലി. അപ്പോൾ അവൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, പെയിൻറ്റർ മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താണ്, എന്നെ കാണുമ്പോൾ ഞാൻ വളരെ യങ്ങും വളരെ ബ്യൂട്ടിഫുൾ ഒക്കെ ആയിരിക്കണം എന്ന് നമ്മുടെ ഈ ലേഡി പറയുകയാണ്. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹം ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലൈക്ക് ഇൻ ബ്യൂട്ടി ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്. അപ്പം ലേഡിയുടെ കണ്ടീഷൻ എന്തായിരുന്നു, വരയ്ക്കുന്ന സമയത്ത് ആ ഹമ്പെങ്ങാനും എൻ്റെ ചിത്രത്തിൽ വരികയാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും, പിച്ചി ചീന്തി നിന്നെ ഞാൻ കഷ്ണങ്ങളാക്കി കൊല്ലും എന്നാണ് ആ ലേഡി പറയുന്നത്. A young lady who was the companion of the Duchess came in as soon as the old lady left. നമ്മുടെ ഓൾഡ് ലേഡി പോകുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ആര് വരുന്നു, ഒരു യങ് ലേഡി വരുന്നു, നമ്മുടെ ഡച്ചസിൻ്റെ കമ്പാനിയൻ ആണ്. അപ്പം എന്ത് ചെയ്തു, ഷി വാസ് യങ് ആൻഡ് പ്രിറ്റി. അവൾ കാണാനൊക്കെ ഇങ്ങനെയായിരുന്നു, വളരെ സുമുഖിയും സുന്ദരിയും ഒക്കെ ആയിരുന്നു. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആക്സിഡൻറ്റിൽ മുന്നിലുള്ള 3 പല്ല് പോയിട്ടുണ്ടായിരുന്നു. ഷി wanted that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. അപ്പം അടുത്ത ഭീഷണിയും എത്തി. എന്തായിരുന്നു, ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കില്ലേ, ചിരിച്ച് നിൽക്കുന്ന സമയത്ത് നല്ല മുത്തുപോലുള്ള പല്ലുകളായിരിക്കണം ചിത്രത്തിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും, എൻ്റെ ലവറെ കൊണ്ട് നിന്നെ ഞാൻ വെട്ടി കൊലപ്പെടുത്തും. ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. അത് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, നമ്മുടെ ഗാർഡ്സിൻ്റെ ക്യാപ്റ്റനെ ഒന്ന് ജസ്റ്റ് നോക്കി. Similar requests and threats continued until he had finished with the last of the courtiers. അപ്പോൾ അവസാനത്തെ ആൾ വന്ന് സംസാരിക്കുന്നത് വരെ എന്തൊക്കെയായിരുന്നു, കുറേ റിക്വസ്റ്റും കുറേ ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ ആവശ്യം ഇതായിരുന്നു, എല്ലാവരും എങ്ങനെയായിരിക്കണം, നല്ല കുട്ടപ്പന്മാരായിരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail." അപ്പോൾ നമ്മുടെ ആർച്ച്ഡ്യൂക്ക് പറയുന്നത് എന്താ, നേരെ ഓപ്പോസിറ്റ് ആണ്. You are to paint all my courtiers exactly as we see them. നമ്മൾ കാണുമ്പോൾ മറ്റുള്ള കോർട്ടിയേഴ്സ് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് ആ പരുവത്തിൽ തന്നെ ആയിരിക്കണം ഈ പോർട്രേറ്റിലും അവരെല്ലാവരും ഉണ്ടാവേണ്ടത്. If you leave out a mole, a pimple or a single grey hair, I will have you slaughtered like a pig. അപ്പം അടുത്ത ഭീഷണി എത്തി. എന്താണ്, നീ അവരിൽ കാണുന്ന സമയത്ത് ഒരു നമ്മൾ പറയുന്ന കാക്കപ്പുള്ളിയോ അല്ലെങ്കിൽ ഒരു അവരുടെ മുഖക്കുരുവോ അല്ലെങ്കിൽ എന്താ ഒരു കുരുവോ ഒരു നരച്ച മുടിയോ എന്തെങ്കിലും നീ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒരു പന്നിയെ ഇട്ട് അറക്കുന്ന പോലെ ഞാൻ നിന്നെ അറുത്ത് കൊല്ലു എന്നാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ ഭീഷണി. But Tyle coolly thought things over and said to himself. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ടൈൽ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ടൈൽ പറഞ്ഞു, "If I paint this picture, I shall certainly be killed." അപ്പം അവനിങ്ങനെ സ്വയം ചിന്തിച്ചു, എന്താണ്, ഞാനിപ്പോൾ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കൊല്ലപ്പെടും. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. അപ്പോൾ അവൻ്റെ ചിന്ത എന്താണ്, എല്ലാവരെയും ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചിത്രത്തിൽ വരച്ചിട്ടില്ലെങ്കിൽ ആർച്ച്ഡ്യൂക്ക് എന്നെ ഒരു പന്നിയെ കൊല്ലുന്ന പോലെ കൊല്ലും. അഥവാ ഇനി സത്യസന്ധമായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരും എന്നെ കൊല്ലും. In either case I am to die. രണ്ടായാലും എനിക്ക് എന്താ, മരണം ഉറപ്പാണ്. What am I to do? ഞാൻ എന്താ ഇപ്പം ചെയ്യുക? Perhaps it is wiser not to paint this picture at all. അപ്പം ഞാൻ ചിത്രം വരയ്ക്കാതെ പോകുന്നതായിരിക്കുമോ നല്ലതാവുക എന്നിങ്ങനെ അവന് ചിന്തിക്കുകയാണ്. The following day he asked the Archduke for the hall where he was to paint the picture. അപ്പം നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് ടൈലി ചോദിച്ചു, അല്ല ഞാൻ എവിടെ ഈ ചിത്രം വരയ്ക്കേണ്ടത്? He was shown a large room with bare walls. അപ്പോൾ വലിയൊരു റൂം നമ്മുടെ ആർച്ച്ഡ്യൂക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ഒരു ഒഴിഞ്ഞൊരു വലിയ ചുമരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടൈൽ asked for thick curtains to be hung
hung on the walls. അപ്പോൾ എന്ത് പറഞ്ഞു? ഓക്കെ, അപ്പോൾ ഈ വോളിൽ തൂക്കാനായിട്ട് നല്ല കട്ടിയുള്ള കട്ടൻസും എനിക്ക് തരണം. ഹി വാണ്ടഡ് ഹിസ് പെയിന്റിങ്സ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കർട്ടൻ ഉണ്ടാകുമ്പോൾ പാറ്റകളോ അതുപോലെ പൊടിയോ ഒന്നും വരില്ലല്ലോ, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 assistants to help him in mixing colors. എന്ത് ചോദിച്ചു? എനിക്ക് 3 അസിസ്റ്റൻസിനെ കൂടെ വേണം കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട്. The Archduke gave him all that he asked for. അപ്പോൾ എന്താ ടൈൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ആർച്ച്ഡ്യൂക്ക് സമ്മതിച്ചു കൊടുത്തു. For 30 days, Tyle and his assistants feasted themselves on the choicest dishes and drank the finest wine. അങ്ങനെ 30 ദിവസമായി. 30 ദിവസം ഇങ്ങനെ ടൈൽ എന്ത് ചെയ്യാണ്? ആർമാദിക്കുകയാണ്, കുറേ ഫുഡ് കഴിച്ചിട്ടും വൈൻ കുടിച്ചിട്ടും ഒക്കെ. On the 31st day, the Archduke thrust his nose in through the door and said. ഇങ്ങനെ 31ാമത്തെ ദിവസം നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ഒന്നിങ്ങനെ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചിത്രം കാണാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, it is time that you finish the painting. I am eager to see it. Is it ready? അപ്പോൾ എന്താണ്? നിന്റെ പെയിന്റിങ് കാണാനുള്ള ടൈം ആയോ? എനിക്ക് ഒരുപാട് എന്താണ് കാണാൻ കൊതിയായിട്ട് നിൽക്കുകയാണ്. അത് റെഡി ആയോ? But Tyle said that the picture was being completed and that he needed some more days to finish it. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് വരികയാണ്, പക്ഷെ ഫിനിഷ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. അപ്പോൾ എന്ത് പറയാണ്? നമ്മൾ കുറച്ച് സമയം എടുത്താലാണല്ലോ എന്തിലും ഒരു ഭംഗി വരിക. അപ്പോൾ പറയണം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരച്ചോളൂ, നിനക്ക് വേണ്ടത്ര സമയം നീ എടുത്തോളൂ എന്ന് പറയാണ്. The delay of a week or two did not matter, he said. എന്താണ്? ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും വലിയ കുഴപ്പമില്ല, താങ്കൾക്ക് വേണ്ടത്ര എടുത്തോളൂ. Tyle and his companions continued their merrymaking for another fortnight. അപ്പം നമ്മുടെ ടൈലും അവരുടെ കൂടെയുള്ള കമ്പാനിയൻസ് ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് ഈ വരുന്ന ദിവസങ്ങളൊക്കെ. On the 45th day, once again, the Archduke poked his nose in through the door. അങ്ങനെ നമ്മുടെ ഏകദേശം 45 ദിവസമായി. അങ്ങനെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? പെയിന്റിങ് കാണാനായിട്ട് വന്നു. Isn't it time that the picture was completed? അപ്പം എന്താ ചോദിക്കാൻ? ഇത്ര ദിവസമായിട്ടും നിന്റെ പിക്ചർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലേ? Tyle said that the portrait was being given the finishing touches. അപ്പം നമ്മുടെ ടൈൽ എന്ത് പറഞ്ഞു? കഴിഞ്ഞു, ഓൾമോസ്റ്റ് തീർന്നു, ചെറിയൊരു ഫിനിഷിംഗ് ടച്ചസ് കൂടെ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഹി begged for some more time. അപ്പോൾ അവനിങ്ങനെ ചോദിച്ചു, എനിക്ക് ഇത്തിരി കൂടെ സമയം വേണം എന്ന് നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചു. Okay, the Archduke said that his delay did not matter so long as he did an excellent job. അപ്പം നല്ലൊരു ഗ്രേറ്റ് വർക്ക് ആവണമെങ്കിൽ ഓക്കെ, അതിന് വേണ്ട ടൈം വേണ്ടി വരുമല്ലോ എന്നുള്ള രീതിക്ക് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഓക്കെ എന്ന് പറഞ്ഞു. But he added, you should either complete the picture within 15 days or you should show me the unfinished picture now. അപ്പോൾ എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രോമിസ് തരണം. ഒന്നെങ്കിൽ ഇനി വരുന്ന ഒരു 15 ദിവസത്തിനുള്ളിൽ നീ എനിക്ക് ഇത് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. അല്ലെങ്കിൽ നീ എനിക്ക് ഇപ്പം ഈ പൂർത്തിയാവാത്ത ചിത്രം കാണിച്ചു തരേണ്ടി വരും. Tyle promised to complete the picture within 15 days. അപ്പോൾ ടൈൽ എന്ത് പറഞ്ഞു? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ 15 ദിവസത്തിനുള്ളിൽ ചിത്രം കാണിച്ചു തന്നോളാം. Saying that only a few minor details remain to be filled in. എന്ത് പറഞ്ഞു? കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് ടൈല് പറഞ്ഞു. Should your lordship see the painting now, you would not be satisfied with it, he said. അപ്പം എന്ത് പറഞ്ഞു? അപ്പം താങ്കളിപ്പം അഥവാ ഇതിപ്പോൾ കാണുകയാണെങ്കിൽ തന്നെ താങ്കൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, തൃപ്തനാവില്ല. But Tyle and his companions enjoyed themselves for yet another fortnight. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലും ടൈലും കമ്പാനിയൻസും എന്ത് ചെയ്യാണ്? എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. On the 16th morning, അങ്ങനെ നമ്മുടെ 16ാമത്തെ ദിവസം എത്തി. The Archduke forced his way into the room and said, I must see the picture at once. Where's the picture? Draw those curtains apart. അപ്പോൾ പറയണം, 16ാമത്തെ ദിവസമായി, ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണം? ചിത്രം കാണണം. എവിടെ ചിത്രം? എവിടെ? കർട്ടൻ എന്ത് ചെയ്യൂ? തുറക്കൂ. The picture is ready, my lord, announced Tyle. അപ്പോൾ എന്ത് പറഞ്ഞു? My lord, ചിത്രം റെഡിയാണ്. Then why don't you draw the curtains? അപ്പോൾ ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു, എന്നിട്ട് എന്താ നീ കർട്ടൻ നീക്കാത്തത്? What's the matter? The Archduke asked. അപ്പോൾ എന്താ പ്രശ്നം? എന്നിട്ട് നീ എന്താ ഇത് മാറ്റാത്തതെന്ന് ചോദിച്ചു. I want you to grant me one last favor. അപ്പം നിങ്ങൾ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു തരണം. Said Tyle, please order all the courtiers to assemble in this room. അപ്പോൾ പറയുകയാണ്, എന്താണ്? താങ്കൾ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു തരണം, എല്ലാ കോർട്ടിയേഴ്സിനെയും ഒന്ന് നമ്മുടെ ഈ റൂമിലേക്ക് വിളിച്ച് വരുത്തണം. ഓക്കെ, when they are here, I want to say a few words to them and then I will draw the curtains. അപ്പോൾ അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തോളാം? കർട്ടൻസ് തുറന്നോളാം. The Archduke ordered all the courtiers to assemble in the hall. ഞാൻ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഓർഡർ കൊടുത്തു എല്ലാവരുടെ അടുത്തും റൂമിലോട്ട് വന്ന് നിൽക്കാനായിട്ട്.
Tile addressed them and Tile പറഞ്ഞു, "My lord, ladies and gentlemen, the picture is ready." അപ്പം എല്ലാവരെയും വിളിച്ചുകൊണ്ട് ടൈല് പറഞ്ഞു, ആ ചിത്രം ഇപ്പോൾ റെഡിയാണ്. "You will now be able, as I draw the curtains, to see how well I have done my work." അപ്പം നിങ്ങൾ ഇപ്പോൾ കാണാൻ പോവാണ്, എന്താണ് അല്ലേ, കർട്ടൻ നീക്കുന്ന സമയത്ത് എൻ്റെ ഗ്രേറ്റ് വർക്ക് നിങ്ങൾ കാണാനായിട്ട് പോവാണ്. "You can all admire my work." അപ്പം എന്താ, നിങ്ങൾ എല്ലാവരും അതിനെ പ്രശംസിക്കും. "But I must warn you that there is something very special about this picture." അപ്പം അവൻ പറയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ചിത്രത്തിന്. "Only those among you have noble blood in your veins will be able to see this painting." അവിടെയാണ് നമ്മുടെ ടൈലിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. എന്തായിരുന്നു? ഇത് രാജകീയ രക്തമുള്ള ആളുകൾക്ക് മാത്രമേ ആ ചിത്രം എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റുള്ളൂ. "All the rest, whatever their rank or position, will see nothing but a blank wall." അപ്പം അവൻ അതിൻ്റെ കൂടെ തന്നെ പറയാണ്, ഏത് സ്ഥാനത്തിരിക്കുന്ന ആളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് രാജകീയ രക്തമല്ല നിങ്ങളുടെ ശരീരത്തിൽ കൂടെ പോകുന്നത്. "Now I will draw the curtains." അപ്പോൾ പറയുകയാണ്, എന്താ, അതെ കർട്ടൻ തുറക്കാനായിട്ട് പോവാണ്. "Tile flung the curtains aside." കർട്ടൻ എന്ത് ചെയ്തു, നമ്മുടെ ടൈല് മെല്ലെ മാറ്റി. "The courtiers outdid one another in showing their admiration for the picture." അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ ഭയങ്കരമായിട്ട് നമ്മുടെ ടൈലിനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുക. "Wow, great, super picture" എന്നൊക്കെ പറഞ്ഞിട്ട്. "They praised Tile for his splendid painting." അപ്പോൾ പറയാണ്, ഇത് എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള വർക്കാണ്, സൂപ്പർ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. "They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances." അപ്പോൾ പറയാണ്, എന്താ, ഓരോരുത്തരെയും എത്രയ്ക്ക് മനോഹരമായിട്ടാണ് നിങ്ങൾ ഇവിടെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരസ്പരം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. "All of a sudden the Duke's jester leaped into the air and shouted." അപ്പം അവിടെ വെച്ച് പെട്ടെന്ന് നമ്മുടെ വിദൂഷകൻ എന്ത് ചെയ്തു, ഒന്ന് ചാടി എണീറ്റ് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "All of you know that I am a fool." അപ്പം നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താണ്, ഒരു ഫൂൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. "And I have no blue blood in my veins. I can see no picture but only a blank wall." അപ്പം എന്താണ്, എൻ്റെ ശരീരത്തിൽ രാജകീയ രക്തമൊന്നും ഇല്ല, സമ്മതിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, എനിക്കിവിടെ ഈ ബ്ലാങ്ക് വോളിൽ വെറും ബ്ലാങ്ക് വോളായിട്ട് കാണാൻ പറ്റണം, എനിക്ക് ഒരു ചിത്രവും കാണാനായിട്ട് സാധിക്കുന്നില്ല. "When fools begin to talk, observe Tile." അപ്പം നമ്മുടെ ഫൂളാണ് അവിടെ സംസാരിക്കാൻ തുടങ്ങിയത്, വിദൂഷകനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ടൈൽ ഒന്ന് അയാളെ നോക്കി. "It's time for wise man to walk." അപ്പം എന്താണ്, ഫൂള് സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബുദ്ധിയുള്ള ആൾ എന്താ ചെയ്യേണ്ടത്, മെല്ലെ നടന്നു തുടങ്ങണം, എന്ന് പറഞ്ഞാൽ മെല്ലെ കൊട്ടാരത്തിൽ നിന്ന് മുങ്ങണം. "He calmly strode out of the hall and rode away on his donkey." അവൻ മെല്ലെ വളരെ ശാന്തനായിട്ട് എന്ത് ചെയ്തു, ഹാള് വിട്ട് മെല്ലെ ഡോങ്കിയുടെ പുറത്ത് കയറി സവാരി ചെയ്യാനായിട്ട് തുടങ്ങി. "The feathers in his cap danced in the gentle breeze." അപ്പോൾ അവിടെയുള്ള ആ ഒരു ചെറിയ കാറ്റിൽ അവൻ്റെ തൊപ്പിയുടെ മുകളിലുള്ള ആ ഫെതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആടി ഒലഞ്ഞ് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു.